രാജ്യത്തെ തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് അതിശക്തമായ സമരം നടക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന CJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ സമരത്തിന് തുടക്കമിട്ടത്. ഇപ്പോൾ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളൊക്കെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നതും മനുഷ്യാവകാശ പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരാഹാരവും ഉൾപ്പെടെയുള്ള പല സമര മുറകൾ കൈക്കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് ഒരുപക്ഷെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിശക്തമായ സമരമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ജന്തർ മന്തറിൽ പല പ്രദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് കേന്ദ്ര ഭരണകൂടം നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തികച്ചും സമാധാനപരമായി പാട്ടുപാടിയും കവിത രചിച്ചും അതോടൊപ്പം തന്നെ പല മുദ്രാവാക്യങ്ങളും ഉയർത്തി വളരെ സമാധാനത്തോടു കൂടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഷൂട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ലാത്തി വീശാനും കണ്ണീർവാതക ഷെല്ല് ഉപയോഗിക്കാനും എന്തിനധികം ഇന്ത്യയിലെ മിലിറ്ററി സംവിധാനത്തെയും പോലീസ് സംവിധാനത്തെയും മറ്റു എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മതിയാവാതെ വരുമ്പോൾ RSSന്റെ ഗുണ്ടകളെ തന്നെ ഇറക്കിക്കൊണ്ട് തെരുവിൽ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. RSSന്റെ ഗുണ്ടകൾ പോലീസ് ഉപയോഗിക്കുന്ന ലാത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലാത്തി ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് പരിചയമില്ലാത്ത വിഷയമാണ്. രാജ്യത്ത് കലാപം മാത്രം നടത്തി ശീലമുള്ള വംശവെറിയും വംശീയതയും വർഗവെറിയും മാത്രം നടത്തിക്കൊണ്ട് ശീലമുള്ള ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഇന്ത്യയിലെ ഒരു പൈതൃകത്തിന് ഒരു മൊട്ടുസൂചിയുടെ വില പോലും നൽകാതെ ഒരു സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുക്കാതെ അല്ലെങ്കിൽ ഇന്ത്യ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ചാരപ്പണി എടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ചെരുപ്പ് നക്കിയും പാദസേവ ചെയ്തും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നടക്കം പിന്മാറിയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഹിന്ദു സമൂഹത്തിലുള്ള ആളുകളെ മറ്റു സമൂഹത്തിലുള്ള ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഇത്തരം RSS പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സമരമുറങ്ങളൊക്കെ അവർക്ക് പരിചയമില്ലാത്തതാണ്. അവർക്ക് ആകെ അറിയാവുന്നത് മതത്തിൻ്റെ പേരിൽ രാജ്യത്ത് കലാപമുണ്ടാക്കാനും ഭിന്നതയുണ്ടാക്കാനും രാജ്യത്ത് രണ്ട് തട്ടിലായ ജനങ്ങളെ വിഭജിച്ച് നിർത്തുക എന്നത് മാത്രമാണ്. സർക്കാർ സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും സംഘപരിവാര വിധേയത്വത്തോടുകൂടി ഏകപക്ഷീയമായി പെരുമാറുമ്പോൾ മതം പൗരത്വത്തിന് മാനദണ്ഡമായി മാറുമ്പോൾ രാജ്യത്തെ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന പാസ്പോർട്ട് അതുപോലും അല്ലെങ്കിൽ പാസ്പോർട്ട് പോലും ഒരു പൗരത്വ രേഖയല്ല എന്ന രീതിയിലുള്ള ഒരു മന്ത്രാലയം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ രാജ്യത്ത് എടുത്തു പറയേണ്ട നിരവധി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളുടെ പ്രധാന വിഷയമായ തൊഴിലില്ലായ്മ ഏതാനും ചില മാസങ്ങൾ മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. പാർലമെന്റിലടക്കം ആളുകൾ നുഴഞ്ഞു കയറി. അതിൻ്റെ കാരണം പറഞ്ഞത് അവസാനം തീവ്രവാദിയോ ആക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് തൊഴിലില്ലായ്മയാണ്, രാജ്യത്ത് അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മയിൽ പൊറുതുമുട്ടിയത് കൊണ്ടാണ് പാർലമെന്റിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നത്. BJPയുടെ ടിക്കറ്റിലാണ് BJPയുടെ പാസിലാണ് അന്ന് അത്തരത്തിലൊരു നുഴഞ്ഞ കയറ്റം നടന്നത്. അന്നും BJP അതിനെ ലളിതവൽക്കരിച്ചത് അതൊരു തൊഴിലില്ലായ്മ കൊണ്ടാണ് അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടന്നതെന്ന്. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ എല്ലാ രീതിയിലും ജനം മുട്ടി നിൽക്കുന്ന ഇത്തരം അവസരത്തിൽ യുവജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ കൈകാര്യം ചെയ്യുന്ന രീതി വെറും മൃഗീയമായ രീതിയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ലാത്തിയും അതേപോലെയുള്ള മർദ്ദനങ്ങൾക്ക് മുന്നിൽ ഈ യുവാക്കൾ അത് ഏറ്റുവാങ്ങുക എന്നതിനപ്പുറത്ത് അവരോട് തിരിച്ച് പ്രകോപനമായ ഒരു സമീപനവും സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരാളെ 5-10 പേര് ചേർന്ന് തല്ലുമ്പോൾ എത്ര വേണമെങ്കിൽ തല്ലിക്കോ, എന്നിരുന്നാലും ഈ സമരമുറമയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിറകോട്ടില്ല എന്ന ഒരു സന്ദേശമാണ് സത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല ദേശീയ മാധ്യമങ്ങളും ഇത്തരത്തിൽ വലിയ വാർത്തയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ചില വാർത്താ ചാനലുകൾ പറയുന്നത് CJP നടത്തുന്ന ഡൽഹിയിലെ സമരത്തിന് ആളില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്, കേരളത്തിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമാണ് അത്ര സമരത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ 10,000 കണക്കിന് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
അതേപോലെ തന്നെ ഈ സമരത്തെ എപ്പോഴും കേവലം വർഗീയതയുടെ പേരിലും ജിഹാദി, അതേപോലെ തന്നെ സുഡാപ്പി, അതേപോലെ നക്സലേറ്റ്, അർബൻ നക്സലേറ്റ് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ തീവ്രവാദവൽക്കരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിനെതിരായുള്ള ഇത്തരത്തിലുള്ള സമരമുറകളെ, ജനാധിപത്യപരമായ സമരത്തെ അരികവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾ ഏറ്റെടുത്ത ഇത്തരം സമരം ലക്ഷ്യം കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസോ അല്ലെങ്കിൽ CPM അല്ലെ ഏതെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തതെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെ ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രം അതിന് പിന്നിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്നാൽ യുവാക്കൾ അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സമരത്തിലിറങ്ങിയത് കൊണ്ട് തന്നെ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും, മുഴുവൻ സാംസ്കാരിക സംഘടനകളും, മുഴുവൻ യുവജന സംഘടനകളും ഇതിനോട് ഐക്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.